ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്നലെ രാത്രി ലൈവിൽ ജാസ്മിനും എന്തൊക്കെയോ സൂക്കേടായിട്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കുണ്ടായിരുന്നു. റസ്മിൻ പനിയെ തുടർന്ന് ഹോസ്പിറ്റലിലാണ്. നിലവിൽ ബിഗ് ബോസ് ഹൗസിലില്ല. മറ്റുള്ളവർക്കും ഈ പനി പിടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ജാസ്മിനെ ഇന്നലെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിരുന്നു രാത്രി. ജാസ്മിൻ മാനസികമായും ശാരീരികമായും വളരെ തളർന്നിരിക്കുകയാണ്. വേറെയൊന്നുമല്ല, വീട്ടിൽ നിന്ന് ഡ്രസ്സുകളൊന്നും വരുന്നില്ല. ഈദായിട്ട് പോലും വീട്ടിൽ നിന്ന് ഡ്രസ്സുകൾ വരുന്നില്ല. ബിഗ് ബോസ് ജാസ്മിൻ്റെ പഴയ ഡ്രസ്സ് തന്നെ തിരിച്ച് ജാസ്മിന് കൊടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, സായിയുടെ പുറത്തു നിന്നുള്ള എല്ലാ വെളിപ്പെടുത്തലും ജാസ്മിനെ വളരെ തളർത്തിയിരിക്കുന്നു. പുറത്ത് തനിക്ക് വലിയ നെഗറ്റീവാണെന്നും തനിക്കിനി പുറത്ത് ആരുമില്ല എന്നും ജാസ്മിൻ കരുതുന്നു. കുടുംബക്കാരും നാട്ടുകാരും പ്രേക്ഷകരുമെല്ലാം തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് ജാസ്മിൻ തിരിച്ചറിയുന്നു. തനിക്ക് വീട്ടിൽ നിന്നൊരു ഡ്രസ്സ് പോലും ഈടായിട്ട് ആരും അയക്കുന്നില്ല എന്നുകൂടിയായപ്പോൾ ജാസ്മിൻ മാനസികമായി തകർന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്നലെ മെനയാന്നുമായി പവറിൽ ടീമിൻ്റെ പ്രകടനം ജാസ്മിനെതിരെയാണ്. ജാസ്മിനെതിരെ പവർ ടീം തിരിഞ്ഞിരിക്കുന്നു അപ്സരയുടെ നേതൃത്വത്തിൽ. അതും ജാസ്മിനെ വല്ലാതെ തകർത്തിയിരിക്കുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നല്ല രീതിയിൽ ജാസ്മിന് പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. വൈൽഡ് കാർഡ്സിന് മുന്നിൽ തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ ജാസ്മിന് സാധിക്കുന്നില്ല. ഇവയെല്ലാം ജാസ്മിനെ മാനസികമായി വളരെയധികം തകർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗബ്രി പോലും കഴിഞ്ഞ ദിവസം പവർ ടീമിന് തനിക്കെതിരെ സംസാരിച്ചപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഇവയെല്ലാം ജാസ്മിനെ തളർത്തിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഡ്രസ്സ് വരുന്നില്ല. റസ്മിൻ ഹോസ്പിറ്റലിലാണ്. സാധാരണ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ റസ്മിനാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ആ റസ്മിൻ ഇപ്പോൾ ഹോസ്പിറ്റലുമാണ്. ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ തകർന്ന തരിപ്പണമായൊരു ജാസ്മിനെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.